മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ചെയ്യുന്ന കൃഷിപ്പണി എന്ന് പറയുമ്പോൾ വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറയുന്ന അല്ലെങ്കിൽ എന്ന് പേരുള്ള ഈ പ്ലാവിൻ്റെ ഇപ്പോഴത്തെ പരിചരണമാണ്. അപ്പോൾ ഞാൻ ഈ പ്ലാവ് വെച്ചിട്ട് ഏതാണ്ട് 12 മാസമായി, ഒരു വർഷത്തെ പ്രായമുള്ള പ്ലാവാണിത്. അപ്പോൾ ഈ ഒരു വർഷത്തെ പ്രായമുള്ള ഈ പ്ലാവിന് ഞാൻ ചെയ്ത വളങ്ങൾ ചെയ്ത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നമുക്ക് വിശ്വാസയോഗ്യമായ കാർഷിക നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് 1.5 വർഷം, അതായത് 18 മാസമാകുമ്പോൾ ഇത് കായ്ഫലം തരും എന്നുള്ളതാണ്, അതായത് കായ്ക്കും എന്നുള്ളതാണ്. അപ്പം ആ 1.5 വർഷം കൊണ്ട് തന്നെ ഇത് കായ്ച്ചാൽ മതി എന്നാണ് എൻ്റെ ആഗ്രഹം. കാരണം അതിന് മുമ്പ് ഇത് കായ്ഫലം ഉണ്ടാവുകയാണെങ്കിൽ ഈ പ്ലാവിൻ്റെ ആയുസ് കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ആദ്യം ഉണ്ടാകുന്ന ചക്ക അത് കഴിഞ്ഞിട്ട് പിന്നീട് വളരെ ചെറിയ ചക്ക, ആഞ്ഞിലിക്കാടത്തുള്ള കൊച്ചു ചക്കകളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവായി ഇതിന് ആയുസ് കൂടാനും ധാരാളം ചക്കകൾ, വലുപ്പമുള്ള ധാരാളം സ്വാദിഷ്ടമായ ചക്ക കിട്ടാനും ഒക്കെ ഞാൻ ഇതിനിട്ട് കൊടുക്കുന്ന വളവും അതിൻ്റെ രീതികളും ഒക്കെയാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായി ഞാനിന്ന് പങ്കുവയ്ക്കുന്നത്. അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നോക്കുക, ഈ പ്ലാവ് ഞാൻ കൊണ്ടുവച്ചപ്പോൾ ഇതിന് ധാരാളം ശിഖരങ്ങൾ ഇങ്ങനെ തെളിച്ചു വരുമായിരുന്നു. ഈ ശിഖരങ്ങളെല്ലാം ഞാൻ മുറിച്ച് കളഞ്ഞു. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പ്ലാവിൻ്റെ തടിക്ക്, ഇതാണ് പ്ലാവിൻ്റെ തടി, ഈ പ്ലാവിൻ്റെ തടിയിൽ സൂര്യപ്രകാശവും കാറ്റും ശരിക്ക് ഏൽക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ധാരാളമായ ചക്കകൾ ഉണ്ടാവത്തുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ഇതിന് പലതവണ, ഒരു വർഷത്തിൽ പലതവണ വളമിടും. 3 മാസം കൂടുമ്പോൾ ഒക്കെ ഞാൻ വളമിടാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇടുന്ന വളം പൂർണ്ണമായിട്ടും ഈ ശിഖരങ്ങൾ വളരാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കായ്ഫലം വൈകാനോ അല്ലെങ്കിൽ ചക്കകൾ ചെറുതാവാനോ ഉള്ള സാധ്യതയുണ്ട്. അപ്പം മറ്റൊന്ന്, ഇത് ഭയങ്കരമായ പടലൊക്കെ ആവുന്ന ഈ തടിക്ക് താങ്ങാനൊക്കാത്ത ഭാരമാവുകയും ഇപ്പോഴൊക്കെ ഉണ്ടാകുന്ന കാറ്റിലും മഴയിലുമൊക്കെ ഇത് പൂർണ്ണമായിട്ടും നിലം പതിക്കാനോ ഉള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ ശിഖരങ്ങൾ മുറിച്ച് കളയുന്നത്. അപ്പോൾ ശിഖരങ്ങൾ മുറിച്ച് നമുക്ക് കളയാം എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞുകൊണ്ട് വന്നത്. പിന്നീട് നമുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരുപാട് ഉയരം ആകാതിരിക്കാൻ മണ്ട കൂടി മുറിക്കണം. ഇതിപ്പോൾ ഞാൻ 2 തവണ മണ്ട മുറിച്ചാണ് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അവിടെ മണ്ട മുറിച്ചാണ്. ഇപ്പോഴും 2 കമ്പുകൾ വളരുകയാണ്. അത് ഏതാനും നല്ല തോർച്ചപ്പരവും കാണുന്നു, ഏതാനും ദിവസം തോർച്ച കാണുന്നുണ്ടെങ്കിൽ ഞാൻ ആ ശിഖരം കൂടി മുറിക്കും. അപ്പോൾ നമുക്ക് തറയിൽ നിന്നുകൊണ്ട് തന്നെ ചക്കകൾ അടത്താവത്തക്ക രീതിയിലുള്ള വളർച്ച ഇതിനുണ്ടാവത്തുള്ളൂ. ഒരിക്കലും ഉയരമാവത്തില്ല. ഉയരം കൂടുമ്പോഴാണ് കാറ്റിലും മഴയിലും ഒക്കെ നമ്മുടെ വൃക്ഷങ്ങളൊക്കെ നിലം പൊത്തുന്നത് എന്ന് നാം ഓർക്കണം. അപ്പം ഈ വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറയുന്ന ആ പ്ലാവ് ഒരു ട്രെൻഡായിരുന്നു. ഇപ്പം ഓരോ ദിവസം കഴിയുന്തോറും കൃഷിയെ സംബന്ധിച്ചുള്ള പുതിയ ഗവേഷണങ്ങൾ നടക്കുകയാണ്. പുതിയ രീതിയിലുള്ള ഇനങ്ങളിലുള്ള പ്ലാവുകളും ചക്കകളും ഒക്കെ ഉണ്ടാകുന്ന സസ്യങ്ങളുടെ വിത്തുകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്രജ്ഞന്മാർ. അപ്പോൾ ഇത് സാധാരണ ഒരാൾക്ക് വെച്ച് വളർത്താൻ പറ്റുന്നതാണ്. നമുക്ക് സ്ഥലം കുറവുള്ളവർക്ക് വേണമെങ്കിൽ ഒരു വലിയ ഡ്രം, 750 രൂപ കൊടുത്ത് മേടിക്കുന്ന ഒരു വലിയ ക്യാനകത്ത്, ഡ്രമ്മിനകത്ത് ഇത് നമുക്ക് വെച്ച് വളർത്തിക്കും. കാരണം ഒരുപാട് സ്ഥലമൊന്നും വേണ്ട. ഇതിൻ്റെ വേരുകൾ ഒരുപാട് വിസ്തൃതിയിൽ വ്യാപിക്കത്തില്ല, കുറഞ്ഞ വിസ്തൃത ഇതിൻ്റെ വേരുകൾ വ്യാപിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് വർഷത്തിൽ പലതവണ നമ്മൾ വളം ഇട്ട് കൊടുക്കണം. കായ്ക്കുന്നതിന് മുമ്പ്, ചക്ക പിടിക്കുന്നതിന് മുമ്പായിട്ട് കുറേശ്ശെ വളങ്ങളാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ചക്ക പിടിച്ചു കഴിയുന്നുണ്ടെങ്കിൽ അത് വർഷത്തിൽ 2-3 തവണ ഇപ്പോൾ ഇടുന്നതിൻ്റെ 3 ഇരട്ടി വളങ്ങളായിട്ട് ഇട്ട് കൊടുക്കും. അപ്പം ഞാൻ ഇപ്പം ചെയ്തെന്ന് പറഞ്ഞാൽ, മഴ പെയ്ത് വെള്ളം ഇതിൻ്റെ ചുവട്ടിലോട്ട് കയറി ഒലിച്ച് പോകാതിരിക്കാൻ ഇതിൻ്റെ വട്ടം നോക്കിയിട്ട് ഇങ്ങനെ ഒരു തടം പോലെ മണ്ണിട്ട് റെഡിയാക്കി. അതിനുശേഷം ഇതിൻ്റെ ചുവട്ടിലെ മണ്ണ് ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കി. അപ്പം ഈ സസ്യങ്ങളുടെയൊക്കെ ചുവട്ടിൽ വളം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതേപോലെയുള്ള, അതല്ലെങ്കിൽ ചെറിയൊരു ആയുധം, വലിയ ആയുധം കൊണ്ട് ഉപയോഗിച്ചാൽ നമ്മളിതിൻ്റെ വേരുകളൊക്കെ മുറിഞ്ഞു പോകും. ചെറിയ ആയുധം കൊണ്ട് ഇതിൻ്റെ ചുവട്ടിലെ മണ്ണുകളൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഇളക്കി കൊടുത്തതിന് ശേഷം ഇനിയിപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്ന വളങ്ങളാണ് സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത്. ഓക്കെ, ഇത് ശുദ്ധമായ എല്ലുപൊടിയാണ്. എല്ലുപൊടി നമ്മൾ മേടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. സാധാ എല്ലുപൊടിയുണ്ട്, കൂടിയ എല്ലുപൊടി എന്നാണ് വളക്കടയിൽ പറയുന്നത്. അപ്പോൾ ഇത് സാധാരണ ആവി കൊള്ളിച്ച് പുഴുങ്ങി പൊടിച്ച് വരുന്ന എല്ലുപൊടിയാണ്. ഇതിന് വില കൂടുതലാണ്. ആ എല്ലുപൊടിയാണ് സസ്യങ്ങൾക്ക് പെട്ടെന്ന് വലിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇത് ഒരു 2 കൈ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. നോക്കിയാൽ ഇത്രയും മതി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, വർഷത്തിൽ പല തവണ ഞാൻ വളം ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് വേപ്പിൻ പിണ്ണാക്കാണ്. വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ, നല്ലൊരു വളമാണിത്. അതുകൂടാതെ ഇപ്പോൾ എല്ലാ സസ്യങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. നേരത്തെയൊക്കെ നാടൻ പ്ലാവുകളൊക്കെ വെച്ചാൽ യാതൊരുവിധ രോഗങ്ങളും അതിനുണ്ടാവത്തില്ലായിരുന്നു.
വലിപ്പത്തിൽ വളർന്ന് പന്തലിച്ച് ഇഷ്ടംപോലെ ചക്കകളൊക്കെ ഉണ്ടാകുമായിരുന്നു. കാറ്റിലും മഴയിലുമൊക്കെ വീഴുമല്ലാതെ വേറൊന്നും ചെയ്യത്തില്ലായിരുന്നു. ഇപ്പോൾ അതല്ല, ഇപ്പം പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് ഞാനിടുന്നത് ഇത് ചാരമാണ്, 3 കൈ ചാരമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ വളത്തിൻ്റെ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. കാരണം മണ്ണും ഈ വളവും കൂടെ ചേർന്നെങ്കിൽ മാത്രമേ വെള്ളവുമായിട്ട് യോജിച്ച് ഇത് ലായനി രൂപത്തിലായ ആ ലായനിയാണ് ഈ പ്ലാവ് പിടിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് കുറച്ച് മണ്ണ്, കാരണം ഇതിൻ്റെ ചുവടിനി വെട്ടാനൊക്കത്തില്ല, കാരണം വേര് മുറിയും. അതുകൊണ്ട് ഞാൻ കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മണ്ണ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, പ്രിയ സുഹൃത്തുക്കളെ, പച്ചക്കറി പോലെ തന്നെ പഴവർഗ്ഗങ്ങൾ പോലെ തന്നെ ഫലവൃക്ഷങ്ങളും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പച്ചക്കറിയൊക്കെ ധാരാളമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പഴവർഗ്ഗ വിളകളായ ആത്തകൾ, ആപ്പിള്, പിന്നെ ഓറഞ്ച്, ഇതൊക്കെ മുന്തിരിയൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഫലവൃക്ഷങ്ങളും നമ്മൾ കൃഷി ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. കാരണം നമുക്കുണ്ടാകുന്ന മിക്ക രോഗങ്ങളെയും ചെറുക്കാനുള്ള കഴിവ് ഈ ചക്കയൊക്കെ കഴിക്കുന്നതിലൂടെ നമുക്കുണ്ടാകും. കാരണം യാതൊരു വിഷങ്ങളുമില്ലാതെ പ്രകൃതിയിൽ നിന്ന് തന്നെ ഉള്ള വളങ്ങളും സ്വീകരിച്ച്, അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ജൈവവളങ്ങൾ മാത്രം സ്വീകരിച്ച് ഉണ്ടാക്കുന്ന വളരെ സ്വാദിഷ്ടമായ ചക്ക പഴുപ്പിച്ച് പുഴുക്കായിട്ട് വേവിച്ച് ഉപ്പേരിയായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് കൃഷികൾ ചെയ്യാൻ സാധിക്കും. ഇത്തരത്തിലുള്ള കൃഷി അറിവുകൾ, കൃഷി കാഴ്ചകൾ, കൃഷി രീതികളൊക്കെ കാണാനും അതുപോലെ തന്നെ സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും എല്ലാവരും താല്പര്യം കാണിക്കണമെന്നാണ് എനിക്ക് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ നാളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നാളിതുവരെ എനിക്ക് വേണ്ട പൂർണ്ണ പിന്തുണയും എനിക്ക് വേണ്ട ശക്തിയും കരുത്തുമായി നിലകൊള്ളുന്ന എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ സവിനയം നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.